ദൈവം മനുഷ്യന് ഒരു ഗാഠനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ ഭാര്യയിൽ നിന്ന് ഒന്നെടുത്ത് അതിൽ മാംസം പിടിച്ച് സ്ത്രീയെ ഉണ്ടാക്കി മനുഷ്യന് കൊടുത്തു. സ്ത്രീകൾ സമൂഹത്തിലും കുടുംബത്തിലും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം സ്ത്രീകളെ പരിചയപ്പെടുവാൻ കഴിയും. അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്നും നമുക്ക് ധാരാളം പഠിക്കുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിയുന്ന നല്ല മാതൃകയാക്കാവുന്ന വേദപുസ്തകത്തിലെ ചില സ്ത്രീ കഥാപാത്രങ്ങളെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. വേദപുസ്തകത്തിലെ സ്ത്രീരത്നങ്ങൾ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ ജാതികളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ട സ്ത്രീ രത്നം സാറ. മിരിയാം. ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്നും കനാനിലേക്ക് നയിച്ചുകൊണ്ട് പോകുവാൻ സഹോദരന്മാരായ അഹരോനോടും മോശയോടുമൊപ്പം നിന്ന പ്രിയ വനിത. ഇസ്രായേലിന്റെ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിരിയാം തപ്പെടുത്തു. സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു. ദെബോര. ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ ദെബോര ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കനാന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാരാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ ബാരാക്കിന് ധൈര്യം പകർന്ന യുദ്ധത്തിന് ഉത്തേജനം പകരുവാൻ ബാരാക്കിനും സൈന്യത്തിനുമൊപ്പം ഇറങ്ങി തിരിച്ച് കനാന്യർക്കെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിന് ഉജ്ജ്വല വിജയം നേടുവാൻ ദൈവം ഉപയോഗിച്ച ദീർഘദർശിനി. അതിനുശേഷം ദെബോര പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു. രൂത്തും നവോമിയും. യഹോവയോടും അമ്മാവി അമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത യഹൂദ നാട്ടിലേക്ക് ഇറങ്ങി പുറപ്പെട്ട മോവാബിയ സ്ത്രീയായിരുന്നു. തന്റെ ദൈവഭക്തിയും കഠിന അധ്വാനവും വിശ്വസ്തതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം. മരുമക്കളിൽ ഒരാളായ ഓർപ്പ തന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയപ്പോഴും രൂത്ത് അമ്മാവി അമ്മയായ നവോമിയോട് പറ്റി നിന്നു. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നത് മരുമക്കൾക്ക് ഒരു മാതൃകയാണ്. അതുപോലെ യാതൊരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത തന്നോടുകൂടെ ഇറങ്ങിത്തിരിക്കുവാൻ രൂത്തിനെ പ്രചോദനമായത് സ്നേഹനിർമ്മലയായ നവോമിയുടെ ഇടപെടലുമാണ്. മരുമക്കളോടുള്ള സമീപനത്തിന് അമ്മായി അമ്മമാർക്ക് ഇതൊരു മാതൃകയാക്കാവുന്നതാണ്. ഹന്ന. ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായിരുന്ന ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന. ഹന്നയുടെ മടുത്തു പോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ്. ദൈവസന്നിധിയിൽ കരയുന്ന മാതാവിന്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ദൈവം ഹന്നയ്ക്ക് നൽകുന്ന വിജയം. ഹന്നയെ പോലെ തന്നെ നമുക്കും ദൈവസന്നിധിയിൽ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അബിഗേൽ. കർമ്മേലിന്റെ മഹാധനികനായ നാബാലിന്റെ ഭാര്യ അവിവേകിയും ദുഷ്ടനുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ വിവേകം കൊണ്ടും സന്ദർഭോചിതമായ ഇടപെടലുകൾ കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീര വനിത. എസ്തേർ. അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യയായ എസ്തേർ
തന്റെ രാജ്ഞി പദത്തിനും കൊട്ടാരത്തിലെ സുഖലോലുപതയിലും മതിമറന്ന് ആഹ്ലാദിക്കാതിരുന്ന എസ്തേർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജ്യസന്നിധിയിൽ ധൈര്യത്തോടെ നിലകൊണ്ട പ്രൗഢിയും കുലീനയുമായ ഉത്തമ സ്ത്രീ മറിയയും എലിസബത്തും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന് ജനിക്കുവാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത മറിയം സ്വന്തം മകനെ ലോകത്തിന്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ നിറകുടം. യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ ജനിച്ച സ്നാപക യോഹന്നാന് ജന്മം കൊടുത്ത എലിസബത്ത് തന്റെ കർത്താവിന്റെ അമ്മ അടുത്ത് വന്നപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന ശിശു അത് തിരിച്ചറിഞ്ഞു. ദൈവസന്നിധിയിൽ നീതിയുള്ളവളും കർത്താവിന്റെ സകല കൽപ്പനകളും പാലിച്ചിരുന്ന ഉത്തമ സ്ത്രീയായിരുന്നു എലിസബത്ത്. ഹന്ന പ്രവാചകി. ആശേർ ഗോത്രത്തിലെ ഫനുവേലിന്റെ മകളായ ഹന്ന പ്രവാചകി വളരെ വയസ്സ് ചെന്നിട്ടും ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു. അതുകൊണ്ട് യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ ഹന്ന പ്രവാചകിക്ക് കഴിഞ്ഞു. മാർത്തയും മറിയയും. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് എപ്പോഴും നല്ല അംശം തിരഞ്ഞെടുത്ത മറിയാം പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു മനം കലങ്ങിയും ഇരുന്ന മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീക്കും മാതൃകയാക്കാവുന്നതാണ്. ശമരിയക്കാരി സ്ത്രീ. യേശുവിനെ മശിഹായാണെന്ന് തിരിച്ചറിഞ്ഞ ശമരിയക്കാരി സ്ത്രീ അറിഞ്ഞ സത്യം മറച്ചു വെക്കാതെ വെള്ളം കോരുവാൻ വന്ന കാര്യം പോലും മറന്ന് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് താൻ അറിഞ്ഞ സത്യം എല്ലാവരെയും അറിയിക്കുന്നു. അവളുടെ വാക്ക് കേട്ട ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് യേശുവിനെ കാണാനെത്തുന്നു. മഗ്ദലക്കാരത്തി മറിയം. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മഗ്ദലക്കാരത്തി മറിയം മരണസമയത്തും യേശുവിനോടൊപ്പം അവർ ഉണ്ടായിരുന്നു. അതികാലത്തെ തന്നെ കല്ലറയ്ക്കിലെത്തിയ മറിയയെയാണ് താൻ ഉയർത്തെഴുന്നേറ്റ് എന്ന സത്വാർത്ത ശിഷ്യന്മാരെ അറിയിക്കുവാൻ യേശു ചുമതലപ്പെടുത്തിയത്. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലൻ മഗ്ദലക്കാരത്തി മറിയം. ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരിമാർ അനുഷ്ഠിക്കേണ്ട കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ്ലീഹ ഫിലിപ്പോസിന് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവർ ഭക്തപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും നന്മ ഉപദേശിക്കുന്നവരും ആയിരിക്കണം. സദൃശ്യവാക്യങ്ങൾ 4:2 പറയുന്നത് സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിൽ സാറയ്ക്ക് ലഭിച്ചതുപോലുള്ള ദൈവിക പ്രവർത്തികൾ കാണുവാനും മിരിയാമിനെ പോലെ വാദ്യഘോഷങ്ങളോടെ ദൈവസന്നിധിയിൽ ആരാധിക്കുവാനും ദെബോരയെ പോലെ ദൈവജനത്തിനു വേണ്ടി ദൈവദാസന്മാർക്ക് ധൈര്യം പകരുവാനും നവോമിയെ പോലെ ഒരു മാതൃകാ മാതാവാകുവാനും രൂത്തിനെ പോലെ സത്യത്തെ പിന്തുടരുവാനും ഹന്നയെ പോലെ തലമുറകളെ ദൈവവേലയ്ക്ക് പ്രയോജനപ്പെടുത്തുവാനും അബിഗേലിനെ പോലെ വിവേകത്തോടെ പെരുമാറുവാനും എസ്തേറിനെ പോലെ ജനത്തിനു വേണ്ടി ഇടകൾ നിൽക്കുവാനും മാതാവിനെ പോലെ താഴ്മ ധരിക്കുവാനും എലിസബത്തിനെ പോലെ നീതിയുള്ളവളായിരിക്കുവാനും ഹന്ന പ്രവാചകിയെ പോലെ വയോധികത്തിലും വിശ്വാസം പിന്മാറാതെ പ്രത്യാശയിൽ നിൽക്കുവാനും മാർത്തയെ പോലെ പരിചരണമുള്ളവളാകുവാനും മറിയയെ പോലെ കർത്താവിന്റെ പാദപീഠ ഇരിക്കുവാനും ശമരിയക്കാരി സ്ത്രീയെ പോലെ ദൈവത്തെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാനും മഗ്ദലക്കാരത്തി മറിയയെ പോലെ അന്ത്യം വരെ വിശ്വസ്തയായിരിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരും
ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ അവതരണം